ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. സംസ്ഥാനത്തെ 800 ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഇ-ഹെൽത്ത് സംവിധാനം സജ്ജമായതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ഇതുവരെ 2.62 കോടിയിലധികം ജനങ്ങൾ ഇ-ഹെൽത്തിലൂടെ സ്ഥിര UHID രജിസ്ട്രേഷൻ എടുത്തതായും മന്ത്രി വ്യക്തമാക്കി. മെഡിക്കൽ കോളേജുകളിലെ 18 സ്ഥാപനങ്ങൾ കൂടാതെ 33 ജില്ലാ ജനറൽ ആശുപത്രികൾ, 88 താലൂക്ക് ആശുപത്രികൾ, 48 സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങൾ, 512 കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, 79 നഗര കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, 14 സ്പെഷ്യാലിറ്റി ആശുപത്രികൾ, 3 പബ്ലിക് ഹെൽത്ത് ലാബുകൾ, 5 മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലാണ് ഇ-ഹെൽത്ത് നടപ്പിലാക്കിയത്. സംസ്ഥാനത്തെ മുഴുവൻ ആശുപത്രികളിലും ഇ-ഹെൽത്ത് സംവിധാനം നടപ്പിലാക്കുകയാണ് ലക്ഷ്യമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ആരോഗ്യരംഗത്ത് ഡിജിറ്റൽ സാങ്കേതികവിദ്യ വളരെ ഫലപ്രദമായി നടപ്പിലാക്കി വരികയാണ്. ഡിജിറ്റലായി പണമടയ്ക്കാനുള്ള സംവിധാനം, ഓൺലൈനായി OP ടിക്കറ്റ്, സ്കാൻ ആൻഡ് ബുക്ക് സംവിധാനങ്ങൾ എന്നിവ അടുത്തിടെ സജ്ജമാക്കി. ഇതുവരെ 2.6 കോടിയിലധികം ജനങ്ങൾ ഇ-ഹെൽത്തിലൂടെ സ്ഥിര UHID രജിസ്ട്രേഷൻ എടുത്തു. താൽക്കാലിക രജിസ്ട്രേഷനിലൂടെ 8.88 കോടിയിലധികമാണ് ചികിത്സ തേടിയത്. 15.27 ലക്ഷം പേരാണ് ഇ-ഹെൽത്ത് സംവിധാനത്തിലൂടെ അഡ്മിറ്റായി ചികിത്സ തേടിയതെന്നും മന്ത്രി വ്യക്തമാക്കി. ഇ-ഹെൽത്തിലൂടെ ആശുപത്രിയിൽ ക്യൂ നിൽക്കാതെ നേരത്തെ തന്നെ OP ടിക്കറ്റ് എടുക്കാൻ കഴിയുന്നുവെന്നതാണ് ഇതിന്റെ പ്രത്യേകത. വീണ്ടും ചികിത്സ തേടണമെങ്കിൽ ആശുപത്രിയിൽ നിന്ന് തന്നെ അഡ്വാൻസ് ടോക്കൺ എടുക്കുവാനുള്ള സംവിധാനവും സജ്ജമാണ്. ഇ-ഹെൽത്ത് പോർട്ടൽ വഴിയും ഇ-ഹെൽത്ത് ആപ്പ് വഴിയും അഡ്വാൻസ് ടോക്കൺ എടുക്കാം. ചികിത്സാ വിവരങ്ങൾ, ലാബ് റിസൾട്ട്, പ്രിസ്ക്രിപ്ഷൻ എന്നിവ ലഭ്യമാക്കുന്ന സൗകര്യവും ഇതിൽ ഒരുക്കിയിട്ടുണ്ട്. മൈഫിൻ TV, തിരുവനന്തപുരം. ഈ അധ്യയന വർഷത്തെ +2 ഒന്നാം പാദവാർഷിക പരീക്ഷ ഓഗസ്റ്റ് 18 മുതൽ ആരംഭിക്കും. പരീക്ഷയുടെ ടൈം ടേബിൾ ഉടൻ പ്രസിദ്ധീകരിക്കും. പരീക്ഷ ഓഗസ്റ്റ് 18 മുതൽ 29 വരെയുള്ള ദിവസങ്ങൾ നടത്താനാണ് നിർദ്ദേശം. SCERT തലത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ചോദ്യപേപ്പർ ബാങ്കിന്റെ മാതൃകയിൽ ചോദ്യപേപ്പർ സ്കൂൾ തലത്തിൽ തയ്യാറാക്കും. സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് വകുപ്പ് തയ്യാറാക്കിയ പിരപ്പമൺ പാടശേഖരം റിപ്പോർട്ട് VK പ്രശാന്ത് MLA പ്രകാശനം ചെയ്തു. തിരുവനന്തപുരം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ജില്ലാ വികസന സമിതി യോഗത്തിലാണ് റിപ്പോർട്ട് പ്രകാശനം ചെയ്തത്. കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ 63% വർധനവാണ് ഇത്തവണ നെൽവിസ്തൃതിയിലുണ്ടായിട്ടുള്ളത്. അരി ഉൽപ്പാദനത്തിൽ 42% വർധനയും ഉണ്ടാക്കുവാൻ പാടശേഖരത്തിന് കഴിഞ്ഞു. പാടശേഖരണ സംരക്ഷണവും ടൂറിസവും പുഷ്പകൃഷിയും സാംസ്കാരിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികളാണ് പിരപ്പമൺകാട് പാടശേഖര സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്നത്. ജില്ലാ കളക്ടർ അനുകുമാരി, ADM TK വിനീത്, സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് വകുപ്പ് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ അനീഷ കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.